സെക്കൻഡ് ഇയർ ബികോമിൽ നമുക്ക് 6 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. അതിനകത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ളൊരു സബ്ജക്റ്റാണ് ഞാനിവിടെ എടുക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ 10 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. അതിനകത്ത് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ എന്നാണ്. ഇൻട്രൊഡക്ഷൻ എന്ന് മാർക്കറ്റിംഗ് എന്നൊക്കെ വിളിക്കാം. അതാണ് ഫസ്റ്റ് ചാപ്റ്റർ, മാർക്കറ്റിംഗ്. മൊത്തം 10 ചാപ്റ്റേഴ്സ്. അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം അറിയേണ്ട എന്തായിരിക്കും, എന്താണ് മാർക്കറ്റിങ്ങിൻ്റെ മീനിങ് എന്നാണ്. അപ്പോൾ മാർക്കറ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? നിങ്ങൾ കടയിൽ പോയി സാധനം വാങ്ങുന്നു അല്ലെങ്കിൽ വിൽക്കുന്നു, ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിംഗ്. അപ്പോൾ നമുക്കതിൻ്റെ മീനിങ് ആദ്യം നോക്കാം. എന്താണെന്ന് ഞാൻ ഒന്ന് പറയാം. മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് അത് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് കൺസ്യൂമറിൻ്റെ കയ്യിലോട്ട് എത്തുന്നവരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ചേരുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിപ്പം നമ്മുടെ ഇപ്പോൾ ഒരു സാധനം വാങ്ങാൻ കടയിലോട്ട് പോകുന്നു, അത് കച്ചവടക്കാരൻ്റെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെ ഇരിക്കുകയാണ്, അത് നമ്മൾ അതിലോട്ട് എത്തണം. അതായത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം, പിന്നെ നമ്മൾ അതിൻ്റെ പരസ്യം കണ്ടിട്ടായിരിക്കും നമ്മൾ വാങ്ങുന്നത്, അതിന് വിലയൊക്കെ അവർ ഇട്ടിട്ടുണ്ടാകും. ഈ ആക്ടിവിറ്റീസ് എല്ലാം ചേരുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ മീനിങ് ഞാൻ വായിക്കാം. മാർക്കറ്റിംഗ് മീൻസ് ദോസ് ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഡയറക്റ്റിംഗ് ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ. എന്താണ്? പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് കൺസ്യൂമറിൻ്റെ കയ്യിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എന്ന് പറയാം മാർക്കറ്റിംഗ് എന്ന് പറയാം. ഗുഡ്സ് മാത്രം ആവണമെന്നുണ്ടോ? സർവീസും ആവാം. അപ്പോൾ ഗുഡ്സോ സർവീസോ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് കൺസ്യൂമറിൻ്റെ കയ്യിലേക്ക് എത്തണം, അതിനുവേണ്ടി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും എന്താണ്? മാർക്കറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ എന്തൊക്കെ വരും? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അഡ്വർടൈസിങ്, പ്രൈസിങ്, ബ്രാൻഡിങ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് കൺസ്യൂമറിൻ്റെ കയ്യിലോട്ട് സാധനം എത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എന്ന് വിളിക്കാം മാർക്കറ്റിംഗ് എന്ന് വിളിക്കാം. ഈ ആക്ടിവിറ്റീസിനെല്ലാം കൂടെ ചേർത്ത് മാർക്കറ്റിംഗ് എന്ന് വിളിക്കാം. ഇതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. മാർക്കറ്റിംഗ് മീൻസ് ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഡയറക്റ്റിംഗ് ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ. അപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സോ സർവീസോ കൺസ്യൂമറിൻ്റെ കയ്യിലോട്ട് എത്തണം, അതിനുവേണ്ടി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസുമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഗുഡ്സ് ഓർ സർവീസസ് ഫ്രം ദ പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ ടു ദ പോയിന്റ് ഓഫ് കൺസംഷൻ. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ്. അപ്പോൾ പ്രൊഡക്ഷൻ സ്റ്റേജിൽ നിന്ന് കൺസംഷൻ സ്റ്റേജിലേക്ക് ഗുഡ്സുകൾ എത്തിക്കണം. അതും എന്താണ്? മാർക്കറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതാരാണ്? പ്രൊഡ്യൂസർ അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്നുള്ള വാക്ക് ചേർത്താലും മതി. പിന്നെ ടു ദ പോയിന്റ് ഓഫ് കൺസംഷൻ, കൺസ്യൂം ചെയ്യുന്നവരാണ് കൺസ്യൂമർ അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ പ്രൊഡ്യൂസർ എന്ന് കൺസ്യൂമർ എന്ന് പറഞ്ഞു, ഇവിടെ പ്രൊഡക്ഷൻ എന്ന് കൺസംഷൻ ആക്കി കൊടുത്താൽ മതി. പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊഡ്യൂസറാണ്, അത് കൺസ്യൂം ചെയ്യുന്നത് കൺസ്യൂമറുമാണ്. അപ്പം പ്രൊഡക്ഷൻ സ്റ്റേജിൽ നിന്ന് കൺസംഷൻ സ്റ്റേജിലേക്ക് ഗുഡ്സുകൾ എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്നോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് കൺസ്യൂമറിൻ്റെ കയ്യിലേക്ക് ഗുഡ്സ് എത്താൻ വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാത്തിനോട് ചേർത്ത്. ഗുഡ്സ് മാത്രം ആവണമെന്നില്ല, സർവീസ് ആയാലും മതി. സർവീസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബാങ്കിങ്, ഇൻഷുറൻസ്, ഇതൊക്കെയാണ് സർവീസിന് എക്സാമ്പിൾ. അപ്പോൾ ഇതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മളിനി എന്ത് പഠിക്കേണ്ടി വരും? മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പഠിക്കുന്നത് എന്താണ്? ഡെഫിനിഷനാണ്. അപ്പോൾ മാർക്കറ്റിങ്ങിനെ ഒരുപാട് ആൾക്കാർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, അതിനകത്ത് നമുക്ക് ഒരാളെ പഠിക്കാം. വില്യം ജെ സ്റ്റാൻറ്റൺ എന്ന് പറയുന്ന ആൾ മാർക്കറ്റിങ്ങിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫിലിപ്പ് കോട്ട്ലർ, ഇങ്ങനെ പ്രശസ്തമായ ഒരുപാട് ആൾക്കാർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ എന്ത് ചെയ്യാം? വില്യം ജെ സ്റ്റാൻറ്റൺ എങ്ങനെയാണ് മാർക്കറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്തതെന്ന് പഠിക്കാം. അത് കുറച്ചുകൂടി എളുപ്പം അതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡെഫിനേഷൻ വായിക്കാം. അക്കോർഡിംഗ് ടു വില്യം ജെ സ്റ്റാൻറ്റൺ. അപ്പോൾ വില്യം ജെ സ്റ്റാൻറ്റൺ പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗ് ഈസ് എ ടോട്ടൽ സിസ്റ്റം ഓഫ് ഇൻ്ററാക്റ്റിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ് ഡിസൈൻഡ് ടു പ്ലാൻ, പ്രൈസ്, പ്രൊമോട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് വാണ്ട് സാറ്റിസ്ഫൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ നീളമുണ്ട്, നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് കൺസ്യൂമറിൻ്റെ കയ്യിലോട്ട് ഗുഡ്സോ സർവീസോ എത്തിക്കണം. അതിനുവേണ്ടി 4 കാര്യങ്ങൾ ചെയ്യും. എന്തൊക്കെയാണ്? നമ്മൾ പ്ലാൻ ചെയ്യും, അതിൻ്റെ പ്രൈസ് തീരുമാനിക്കും, പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? പരസ്യം, അതൊക്കെ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെയ്യണം. ഇതിനു വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ചേരുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എൻ്റെ ഗുഡ്സ് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് കൺസ്യൂമറിൻ്റെ കയ്യിലോട്ട് എത്തിക്കണം. അതിന് പ്രധാനമായിട്ട് നമ്മുടെ 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ആ ഗുഡ്സ് പ്ലാൻ ചെയ്യണം, എന്ത് ഗുഡ്സാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് പ്ലാൻ ചെയ്യണം, അതിന് പ്രൈസ് ഈടാക്കണം, പ്രൊമോഷൻ അഡ്വർടൈസിങ് കൊടുക്കണം, ലാസ്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ എല്ലാം ചേർത്ത് നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം. ഇതിന് എങ്ങനെയാണ് നമ്മുടെ വില്യം ജെ സ്റ്റാൻറ്റൺ മാർക്കറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഒന്നുകൂടെ മീനിങ് ഡെഫിനേഷനോട് ഒന്നുകൂടെ വ്യക്തമാക്കാം. മീനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ മതി. പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് കൺസ്യൂമറിൻ്റെ കയ്യിലോട്ട് എത്തുന്നു. ആ ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ചേർന്നതാണ്. അല്ലെങ്കിൽ ഫ്രം ദ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ടു ദ സ്റ്റേജ് ഓഫ് കൺസംഷൻ, അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി ഡെഫിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വില്യം ജെ സ്റ്റാൻറ്റൻ്റെ നിർദ്ദേശപ്രകാരം എന്താണ്? ടോട്ടൽ സിസ്റ്റം ഓഫ് ഇൻ്ററാക്റ്റിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? പ്ലാൻ, പ്രൈസ്, പ്രൊമോട്ട്, ഡിസ്ട്രിബ്യൂട്ട്, ഈ കാര്യങ്ങളൊക്കെ ചെയ്താലേ ഗുഡ്സ് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് കൺസ്യൂമറിൻ്റെ കയ്യിലോട്ട് എത്തത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ചേരുന്നതാണ്
മാർക്കറ്റിംഗ് എന്ന് ആര് പറഞ്ഞേക്കുന്ന? വില്യം ജെ സ്റ്റാൻറ്റൺ പറഞ്ഞേക്കുന്ന. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇതിൻ്റെ നേച്ചറാണ്. നേച്ചർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വിളിക്കാം. മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇത് പഠിപ്പിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു നോട്ട് എടുത്ത് ഇത് നോട്ടിൽ എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സിലോട്ട് പോകാം. ഫീച്ചേഴ്സ് എന്ന് നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ്, ഇങ്ങനെയൊക്കെ പല വാക്കിൽ നമുക്ക് പറയാം. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ പ്രത്യേകത നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറ്റും. മാർക്കറ്റിംഗ് മീനിങ് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് സ്വന്തമായിട്ട് ഒരു 4-5 പോയിന്റ് നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളൂ. എന്താണ്? ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുകയല്ലേ. അതിൻ്റെ ഓണർ പ്രൊഡ്യൂസറാണ്. കാശ് കൊടുത്തത് മേടിക്കുമ്പോൾ അതിൻ്റെ ഓണർ ആരായും? കൺസ്യൂമറാകും. അപ്പോൾ ഇങ്ങനെ കുറച്ച് പോയിന്റുകൾ നമുക്ക് സ്വന്തമായിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ഞാൻ എഴുതിയിരിക്കുന്ന ഓരോന്നായിട്ട് പറയാം. ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ഫംഗ്ഷൻ ഓഫ് എക്സ്ചേഞ്ച്. എന്താണ് എക്കണോമിക് ഫംഗ്ഷൻ ഓഫ് എക്സ്ചേഞ്ച്? നമുക്ക് ചുമ്മാ സാധനം മേടിക്കാൻ പറ്റത്തില്ല, കാശ് കൊടുത്താണ് നമ്മൾ സാധനം വാങ്ങുന്നത്. അതാണ് ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ഫംഗ്ഷൻ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ഇന്ന് നമ്മൾ പോയി സാധനം വാങ്ങുന്നു, ചിലപ്പോൾ കാശ് കൊടുക്കും, അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറയും. 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ കാശ് കൊടുക്കുകയാണ്. അതാണ് ഫംഗ്ഷൻ ഓഫ് എക്സ്ചേഞ്ച്. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് എന്ന് പറയുമ്പോഴേ ക്യാഷാണ്. എക്കണോമിക് ഫംഗ്ഷൻ ഓഫ് എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് എന്താണ്? പ്രൊഡ്യൂസറിൻ്റെ കയ്യിലിരിക്കുന്ന സാധനം അയാൾ കൺസ്യൂമറിന് കൊടുക്കും, കൺസ്യൂമർ എന്ത് ചെയ്യും? പൈസ അങ്ങോട്ട് കൊടുക്കും. ഇതാണ് എക്സ്ചേഞ്ച് പരിപാടി. അടുത്ത, ഇറ്റ് ഈസ് എ ലീഗൽ പ്രോസസ് ബൈ വിച്ച് ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ്. അപ്പോൾ എന്താണത്? ഇതിൻ്റെ ഓണർഷിപ്പ് ഇപ്പോൾ നിലവിൽ ആരിലാണ്? പ്രൊഡ്യൂസറിൻ്റെ കയ്യിലാണ് ഗുഡ്സ് ഇരിക്കുന്നത്. കാശ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് ആരിലോട്ട് മാറും? കൺസ്യൂമറിലോട്ട് മാറും അല്ലേ. നമ്മളൊരു സാധനം കടയിൽ പോയി നമ്മളൊരു സാധനം വാങ്ങുവാണ്. അപ്പോൾ പൈസ കൊടുത്ത സാധനം വാങ്ങി അതിൻ്റെ ഓർഡർ ആരാണ്? നമ്മളാണ്. പിന്നെ കടക്കാരനാണോ? അല്ല. അപ്പോൾ 2 പോയിന്റ് പറഞ്ഞു. ഒന്നാമത്തത് എക്കണോമിക് ഫംഗ്ഷൻ ഓഫ് എക്സ്ചേഞ്ച്, കാശ് കൊടുത്താണ് നമ്മൾ സാധനം വാങ്ങുന്നത്. ഇന്ന് കൊടുത്തില്ലെങ്കിൽ പിന്നെ വേറൊരു ദിവസമെങ്കിലും ക്യാഷ് കൊടുക്കേണ്ടി വരും. രണ്ടാമത് എന്താണത്? ലീഗൽ പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഓണർഷിപ്പ്, വാങ്ങുന്ന ആളിന് ഓണർഷിപ്പ് കിട്ടും. കൺസ്യൂമറല്ലേ വാങ്ങുന്നത്. കൺസ്യൂമറിന് എന്ത് ചെയ്യും? പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്നുള്ള ആ ഓണർഷിപ്പ് കൺസ്യൂമറിന് കിട്ടും കാശ് കൊടുത്തതിന് ശേഷം. അടുത്ത, ഇറ്റ് ഈസ് സിസ്റ്റം ഓഫ് ഇൻ്ററാക്റ്റിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ് അല്ലേ. ഒരുപാട് ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൈസിങ്, പ്രൊമോഷൻ, അഡ്വർടൈസിങ്, ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻ്ററാക്ട് ചെയ്യണം. ഇറ്റ് ഈസ് സിസ്റ്റം ഓഫ് ഇൻ്ററാക്റ്റിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ്, ഈ ബിസിനസ് ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ചേരുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത, മാർക്കറ്റിംഗ് ഹാസ് ഡ്യുവൽ ഒബ്ജക്റ്റീവ്സ്, പ്രോഫിറ്റ് മേക്കിംഗ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമുക്കറിയാം എന്തിനാണ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റിംഗ് ഉദ്ദേശം. നമുക്ക് തന്നെ അറിയാം, ഒരു ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ എന്തിനാണ്? മാക്സിമം ലാഭം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷനും അതേ കണക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും. ലാഭവും വേണം, എന്നാൽ അതോടൊപ്പം കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറിൻ്റെ തൃപ്തി. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അയാൾ പിന്നെയും നമ്മളെ പിന്നെയും വന്ന് സാധനം വാങ്ങത്തുള്ളൂ. അപ്പം പ്രോഫിറ്റ് മാത്രം പോരാ, കസ്റ്റമറുടെ സംതൃപ്തിയും വളരെ പ്രധാനമാണ്. അടുത്ത, മാർക്കറ്റിംഗ് ഈസ് എ സോഷ്യൽ പ്രോസസ് ബൈ വിച്ച് സൊസൈറ്റി ഗെറ്റ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എ നീഡ്സ്. എന്താണ്? മാർക്കറ്റിങ്ങിനെ സോഷ്യൽ പ്രോസസ് എന്നാണ് പറയുന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? സൊസൈറ്റി അല്ലേ. സൊസൈറ്റി എന്ന് വെച്ചാൽ എന്താണ്? കുറച്ച് ആൾക്കാർ ചേരുന്നതാണ്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ചേരുന്നതാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കുള്ള ഗുഡ്സ് അല്ലേ ഈ ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ സോഷ്യൽ പ്രോസസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് ഈസ് എ സോഷ്യൽ പ്രോസസ് ബൈ വിച്ച് സൊസൈറ്റി ഗെറ്റ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്സ്. അപ്പോൾ സൊസൈറ്റിക്ക് വേണ്ട, അതായത് ആൾക്കാർക്ക് വേണ്ട ഗുഡ്സ്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ഈ മാർക്കറ്റിംഗ് എന്നുള്ള ഫംഗ്ഷനാണ്. അടുത്ത, ഇറ്റ് ഈസ് എ മാനേജറൽ ഫംഗ്ഷൻ ഓഫ് ഓർഗനൈസിങ് ആൻഡ് ഡയറക്റ്റിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ്. എന്താണ് മാനേജറൽ ഫംഗ്ഷൻസ്? ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നവരൊരു ബിസിനസ് അല്ല, ബിസിനസ്സിന് ഒരു മാനേജ്മെൻറ്റ് ഉണ്ടാവും. അവരാണ് എന്ത് ചെയ്യണം, ഏത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്കൊക്കെ വിൽക്കണം, ഏത് വിലയ്ക്ക് വിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഒരു മാനേജ്മെൻറ്റാണ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റാണ്. ഇറ്റ് ഈസ് എ മാനേജറൽ ഫംഗ്ഷൻ ഓഫ് ഓർഗനൈസിങ് ആൻഡ് ഡയറക്റ്റിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ്. എല്ലാ ബിസിനസ്സിലും ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും. അപ്പോൾ അവരാണ് ഈ മാർക്കറ്റിംഗായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും. ഇതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ നേച്ചർ കണ്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. ഒന്നാമത് എക്കണോമിക് ഫംഗ്ഷൻ ഓഫ് എക്സ്ചേഞ്ച് ആണ്, കാശ് കൊടുത്താണ് നമ്മൾ സാധനം വാങ്ങുന്നത്. പിന്നെ അടുത്തത് ലീഗൽ പ്രോസസ്സാണ്, അതിൻ്റെ ഓണർഷിപ്പ് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് കൺസ്യൂമറിലോട്ട് ലാസ്റ്റ് മാറും കാശ് കൊടുക്കുമ്പോഴത്തേക്ക്. പിന്നെന്താണ്? ഇൻ്ററാക്റ്റിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ്, ഒരുപാട് ആക്ടിവിറ്റീസ് ചേരുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത് പറഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? പ്രോഫിറ്റും വേണം, അതോടൊപ്പം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും കൂടെ വേണം. പിന്നെ മാർക്കറ്റിംഗ് ഈസ് എ ഫിലോസഫി ബേസ്ഡ് ഓൺ കൺസ്യൂമർ ഓറിയൻറ്റേഷൻ. ആ ഒരു പോയിന്റ് പറയാൻ മറന്നുപോയി. മാർക്കറ്റിംഗ് ഈസ് എ ഫിലോസഫി ബേസ്ഡ് ഓൺ കൺസ്യൂമർ ഓറിയൻറ്റേഷൻ ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? എന്താണ് കൺസ്യൂമർ ഓറിയൻറ്റേഷൻ? കൺസ്യൂമർ ഓറിയൻറ്റേഷൻ എന്ന് വെച്ചാൽ ഏത് കസ്റ്റമർ, നമുക്ക് ഏത് തരത്തിലുള്ള ആൾക്കാർ വേണം ബിസിനസ്സിൻ്റെ കസ്റ്റമർ ആവാൻ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞാനൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുകയാണ്. അവിടെ ഞാൻ ജെൻസിനുള്ള വസ്ത്രങ്ങളാണ് അവർക്കുള്ളത് മാത്രമാണ് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വിൽക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ ഫോക്കസ് ചെയ്യേണ്ട കസ്റ്റമർ ആരാണ്? കിഡ്സ് ആണോ അല്ലെങ്കിൽ ലേഡീസ് ആണോ? അല്ല, ജെൻസ് ആണ്. ജെൻസിനുള്ള പ്രോഡക്റ്റ്സ് മാത്രമാണ് ഞാൻ വിൽക്കുന്നത്. അതാണ് കസ്റ്റമർ ഓറിയൻറ്റേഷൻ. ആരാണ് നമ്മുടെ കസ്റ്റമർ നമ്മൾ ഓർക്കുക?
അപ്പോൾ അവരെ ക്യാൻവാസ് ചെയ്യുക, അവരെ അട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക. ഇനി എന്താണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ഗുഡ്സ് കൊണ്ട് കസ്റ്റമറിന് തൃപ്തനായിരിക്കണം. ക്വാളിറ്റി കൊണ്ടായാലും വില കൊണ്ടായാലും അയാൾ തൃപ്തനായിരിക്കണം. ഇപ്പോൾ 10 രൂപ വരെയുള്ള ഒരു ഗുഡ്സ് അയാൾ വാങ്ങിക്കൊണ്ട് പോയി, അപ്പോൾ 10 രൂപ ഒരു സാറ്റിസ്ഫാക്ഷൻ അയാൾക്ക് കിട്ടിയിരിക്കണം. നഷ്ടം വന്നെന്നുള്ള തോന്നൽ അയാൾക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗുഡ്സിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കണം? നല്ലതായിരിക്കണം. അപ്പോൾ അതാണ് അതിനകത്ത് പറയുന്നത് മാർക്കറ്റിംഗ് ഈസ് എ ഫിലോസഫി ബേസ്ഡ് ഓൺ കൺസ്യൂമർ ഓറിയൻറ്റേഷൻ ആൻഡ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പം ഫിലോസഫി ബേസ്ഡ് ഓൺ കൺസ്യൂമർ ഓറിയൻറ്റേഷൻ വേണം, അതോടൊപ്പം എന്ത് വേണം? സാറ്റിസ്ഫാക്ഷനും വേണം. ഏത് കസ്റ്റമറാണോ നമ്മൾ തീരുമാനിക്കുന്നത് അതാണ് കസ്റ്റമർ ഓറിയൻറ്റേഷൻ. ആര് വേണം? അടുത്ത ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ് ബൈ വിച്ച് സൊസൈറ്റി ഗെറ്റ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നേരത്തെ പറഞ്ഞ എന്താണ്? സൊസൈറ്റിക്ക് ഗുഡ്സും സർവീസും പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ബിസിനസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണ്. സൊസൈറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ വരുന്നതാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാനേജറൽ ഫംഗ്ഷൻ ഓഫ് ഓർഗനൈസിങ് ആൻഡ് ഡയറക്റ്റ് ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യണം, അതിനുള്ള ഒരു മാനേജറൽ ഫംഗ്ഷൻ. മാർക്കറ്റിംഗ് ഒരു മാനേജറൽ ഫംഗ്ഷനാണ് നമുക്ക് പറയാം. ഏത് ബിസിനസ് എടുത്താലും അവിടെ മാർക്കറ്റിങ്ങിന് വേണ്ടി പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു മാനേജറൽ ഫംഗ്ഷനാണ്. ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും, നടപ്പിലാക്കുകയും ചെയ്യുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജറാണ്. അപ്പോൾ നമ്മളതിൻ്റെ മീനിങ് കണ്ടു, അതിൻ്റെ ഡെഫിനിഷൻ കണ്ടു, നേച്ചറുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്. സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ നമുക്ക് അവിടെയും കുറച്ച് പോയിന്റുകളായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഞാൻ വായിക്കാം. സ്റ്റഡി ഓഫ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. ഇല്ലേ, ഒരു മാർക്കറ്റിംഗ് ആദ്യം ചെയ്യുന്നത് എന്താണ് കസ്റ്റമറിന് ആഗ്രഹിക്കുന്നത്? കസ്റ്റമർ ആഗ്രഹിക്കുന്ന ഗുഡ്സ് വേണം ബിസിനസ് പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസ് എന്ത് ചെയ്യണം? കൺസ്യൂമറിൻ്റെ വാണ്ട്സും നീഡ്സും ശരിക്കും പഠിക്കുക, എന്നിട്ട് മാത്രം ഗുഡ്സുകൾ ഇറക്കുക. അല്ലാതെ ആദ്യമേ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം കസ്റ്റമർ തീരുമാനിച്ചാൽ മതിയോ? അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ആഗ്രഹം എന്താണെന്ന് തിരക്കി പോയാൽ മതിയോ? പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഗുഡ്സ് അവിടെ കെട്ടിക്കിടക്കും. അപ്പോൾ ആദ്യത്തെ പരിഗണന കസ്റ്റമറിനാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് കസ്റ്റമർ ഈസ് എ കിങ് ഇൻ ദ മാർക്കറ്റ്. അല്ലേ, കിങ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് വെറുതെ അല്ല, കസ്റ്റമറാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ഗുഡ്സ് ഇറക്കുന്നത്. അപ്പോൾ കസ്റ്റമറിൻ്റെ ആഗ്രഹം എന്താണോ, എന്ത് തരത്തിലുള്ള ഗുഡ്സാണ് അയാൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള ഗുഡ്സ് മാത്രം ഇറക്കുക. ഒന്നാമത്തെ പോയിന്റ് സ്റ്റഡി ഓഫ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. ദർ ഈസ് നോ മാർക്കറ്റിംഗ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. അപ്പോൾ എന്താണ്? കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും തിരിച്ചറിയാതെ ഒരു മാർക്കറ്റിങ്ങിനും മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. ഏതൊരു ബിസിനസ് ആയാലും ദ മാർക്കറ്റർ ഹാസ് ടു സ്റ്റഡി കൺസ്യൂമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. അപ്പോൾ അതിനു മുമ്പ് അയാൾ എന്ത് ചെയ്തേക്കണം? ഏത് ബിസിനസ് എടുത്താലും ആദ്യം കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് വാണ്ട്സ് ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് മാത്രമേ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? ഗുഡ്സ് മാർക്കറ്റിൽ കെട്ടിക്കിടക്കും, കസ്റ്റമേഴ്സ് വാങ്ങത്തില്ല. ഇപ്പോൾ എനിക്ക് ആവശ്യമില്ലാത്തൊരു ഗുഡ്സ് ഒരു കമ്പനി ഇറക്കുകയാണ്, അത് അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി മേടിക്കുക? അവിടെ ഇല്ല, ഗുഡ്സ് അവിടെ ചുമ്മാ കെട്ടിയും കിടക്കും, ആൾക്കാർ വാങ്ങത്തില്ല. അപ്പോൾ ബിസിനസ് എന്ത് ചെയ്യുക? കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ്, കസ്റ്റമർ എന്ത് തരത്തിലുള്ള ഗുഡ്സാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കുക, അതിനുശേഷം മാത്രം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് സ്റ്റഡി ഓഫ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. രണ്ട് നമുക്ക് നോക്കാം സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. നോക്കാം. മോഡേൺ മാർക്കറ്റിംഗ് എംഫസിസ് ഓൺ ദ സ്റ്റഡി ഓഫ് ബയർ ബിഹേവിയർ. അനാലിസിസ് ഓഫ് ബിഹേവിയർ പാറ്റേൺ ഓഫ് ദ കസ്റ്റമർ ഈസ് ഹെൽപ്ഫുൾ ഫോർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആൻഡ് ടാർഗറ്റിംഗ്. എന്താണ് ബയർ ബിഹേവിയർ? ബയർ ബിഹേവിയർ എന്ന് പറയുമ്പോൾ അയാളുടെ ഇൻകം എത്രയാണ്, അയാൾ എത്ര നാൾ ഇടവിട്ടാണ് ഗുഡ്സുകൾ വാങ്ങുന്നത്, ഏത് തരത്തിലുള്ള ഗുഡ്സാണ് വാങ്ങുന്നത്, ലോ ക്വാളിറ്റി ആണോ, ഹൈ ക്വാളിറ്റി ആണോ, അല്ലെങ്കിൽ ലോ പ്രൈസ് ആണോ, ഹൈ പ്രൈസ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ് ബയർ ബിഹേവിയർ. നമ്മുടെ ബിഹേവിയർ നമ്മൾ പറയുമല്ലോ, നമ്മുടെ പെരുമാറ്റം. അതാണെങ്കിൽ കസ്റ്റമർ വാങ്ങുന്ന ആ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ആ രീതി, എപ്പോഴൊക്കെ വാങ്ങുന്നു, എത്ര നാൾ ഇടവിട്ട് വാങ്ങുന്നു, എങ്ങനെയുള്ള ഗുഡ്സ് വാങ്ങുന്നു, ഇതൊക്കെയാണ് ബയർ ബിഹേവിയർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചേക്കണം. അല്ലെ, ബിസിനസ്സിന് വിജയിക്കാനായിട്ട് കസ്റ്റമർ എത്ര നാൾ വാങ്ങുന്നു, അയാൾ ക്വാളിറ്റി ഗുഡ്സ് ആണോ, വില കൂടിയത് അയാളാണോ, അങ്ങനെയുള്ള ഗുഡ്സ് ആണോ അയാൾ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം. മോഡേൺ മാർക്കറ്റിംഗ് എംഫസിസ് ഓൺ ദ സ്റ്റഡി ഓഫ് ബയർ ബിഹേവിയർ. മോഡേൺ മാർക്കറ്റിംഗ് എന്താണ്? കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അനാലിസിസ് ഓഫ് ബിഹേവിയർ പാറ്റേൺ ഓഫ് ദ കസ്റ്റമേഴ്സ് ഈസ് ഹെൽപ്ഫുൾ ഫോർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആൻഡ് ടാർഗറ്റിംഗ്. അപ്പോൾ അങ്ങനെ പഠിച്ചാലുള്ള ഗുണം എന്താണ്? നമ്മുടെ ഈ മാർക്കറ്റ് സെഗ്മെൻറ്റേഷനും ടാർഗറ്റിങ്ങും വളരെ എളുപ്പമാണ്. എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ? മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നമ്മൾ ഇനി വരുന്ന ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആ മാർക്കറ്റിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യുക, പല ഏരിയ ആയിട്ടോ ഏരിയയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഏജ് അനുസരിച്ചോ അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. ടാർഗറ്റിംഗ് എന്ന് പറയുമ്പോഴോ ഇത് തന്നെയാണ് ടാർഗറ്റിംഗ്. ഏത് കസ്റ്റമറാണോ നമുക്ക് ആവശ്യം അവരെ ഫോക്കസ് ചെയ്യുക, അവർ ടാർഗറ്റ് ചെയ്യുക. അപ്പോൾ 2 പോയിന്റ് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് സ്റ്റഡി ഓഫ് ബയർ ബിഹേവിയർ. രണ്ടെണ്ണം ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ പോയിന്റ് സ്റ്റഡി ഓഫ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് കസ്റ്റമേഴ്സിൻ്റെ വാണ്ട്സ് എന്താണ്, നീഡ്സ് എന്താണ്, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. രണ്ടാമത് എന്താണ്? സ്റ്റഡി ഓഫ് ബയർ ബിഹേവിയർ. ബയർ എങ്ങനെയുള്ള ഗുഡ്സാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വേണം. അടുത്ത പ്രോഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അടുത്തൊരു സ്കോപ്പാണ് പ്രോഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്.
പ്രോഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ജനറേഷൻ ഓഫ് പ്രോഡക്റ്റ് ഐഡിയ. അപ്പം പ്രോഡക്റ്റ് നമ്മൾ ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ചുമ്മാ ഈ പ്രോഡക്റ്റ് ചുമ്മാ ഇറക്കുകയാണോ? അപ്പോൾ ആദ്യം നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ആ ഐഡിയ ചെക്ക് ചെയ്ത് നോക്കണം. ഒരു ഐഡിയ എനിക്ക് കിട്ടി, ഇന്നൊരു ഗുഡ്സ് ഇറക്കാന്നുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഇറക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യണം? കസ്റ്റമർ വാങ്ങോ, ഏത് വിലയ്ക്ക് ഇറക്കിയ കസ്റ്റമർ വാങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വേണം. ഐഡിയ ആൻഡ് എൻഡ്സ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. എന്താണ് കൊമേഴ്സ്യലൈസേഷൻ? ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു പ്രോഡക്റ്റ് ഇറക്കിയാൽ കൊള്ളാം എന്നുള്ള ഒരു ഐഡിയ എനിക്കുണ്ട്. ഞാൻ ആ ഐഡിയ വെച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്യണം? ആ ഗുഡ്സ് ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിലേക്ക് ഇറക്കണം. അതാണ് കൊമേഴ്സ്യലൈസേഷൻ. ഒന്നുകൂടെ നോക്കാം. പ്രോഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഏത് പ്രോഡക്റ്റ് ഇറക്കണം, എങ്ങനെയുള്ള പ്രോഡക്റ്റ് ഇറക്കണം, ഇതാണ് പ്രോഡക്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറക്കണം എന്ന് തീരുമാനിച്ചാൽ മാത്രം മതിയോ? തീരുമാനിച്ചാൽ മാത്രം പോരാ, ഐഡിയ കിട്ടിയാൽ മാത്രം പോരാ. ഐഡിയ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രാവർത്തികമാക്കുകയും കൂടെ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഗുഡ്സ് ഇറക്കണം, പുതിയ ഗുഡ്സ് ഇറക്കണം. അതാണ് കൊമേഴ്സ്യലൈസേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം. മൂന്നാമത്തെ പോയിന്റ്, പ്രോഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ജനറേഷൻ ഓഫ് പ്രോഡക്റ്റ് ഐഡിയ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ഐഡിയയിൽ നിന്നാണ്. ആൻഡ് എൻഡ്സ് വിത്ത് ഡെവലപ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് പ്രോഡക്റ്റ്. ലാസ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഐഡിയ, ഇന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിജയിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് ആ പ്രോഡക്റ്റ് ഇറക്കി അത് മാർക്കറ്റിലേക്ക് ഇറക്കുക, കസ്റ്റമറിനെ കൊണ്ട് വാങ്ങിപ്പിക്കണം. അതാണ് കൊമേഴ്സ്യലൈസേഷൻ. അപ്പോൾ 3 പോയിന്റുകൾ നമ്മൾ കണ്ടു സ്കോപ്പിൽ. അടുത്തത് പ്രൈസിങ് പോളിസീസ്. അതാണ് അടുത്തൊരു പോയിന്റ്. പ്രൈസിങ് പോളിസി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു ഗുഡ്സ് ഇറക്കി അല്ലെങ്കിൽ ഇറക്കാനായിട്ട് പോകുന്നു, അതിന് എത്ര വില ഈടാക്കണം, എന്ത് വില ഈടാക്കണം, അല്ലെങ്കിൽ എങ്ങനെ എന്തൊക്കെ നോക്കിയിട്ട് വേണം വില ചുമ്മാ ഒരു വില ഇടാൻ പറ്റത്തില്ല. കസ്റ്റമർ വാങ്ങണം. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ് പ്രൈസ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ്? അതാണ് ഇനി പറയുന്നത്. പ്രൈസിങ് പോളിസീസ്. പ്രൈസിങ് മീൻസ് ഡിറ്റർമിനേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് ഫോർ എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഇനി എന്താണ് പ്രൈസിംഗ് എന്ന് പറയുന്നത്? ഒരു ഗുഡ്സിൻ്റെയോ സേവനത്തിൻ്റെയോ സർവീസിൻ്റെയോ എത്ര വില ഈടാക്കണം അത് തീരുമാനിക്കുന്നതാണ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. There are 3 pricing policies, namely cost oriented pricing, demand oriented pricing and competition oriented pricing. അപ്പോൾ പ്രൈസിങ് നമുക്ക് 3 രീതി നടത്താം. 3 രീതിയിലുണ്ട് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഒന്നെന്താണ്? കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ്. എന്താണ് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ്? ഇപ്പോൾ എനിക്കൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 10 രൂപയായി. അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാനൊരു വില ഈടാക്കും. ഞാൻ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 10 രൂപയായി. ഞാൻ ഒരിക്കലും 10 രൂപയ്ക്ക് വിൽക്കത്തില്ലല്ലോ. എൻ്റെ ലാഭം കൂടെ ചേർത്ത് 11 12 ഞാൻ വിൽക്കും. അതാണ് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ്. കോസ്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിങ് ആണെങ്കിലോ ആർക്കാണ് ഇമ്പോർട്ടൻസ്? ഡിമാൻഡ്. അതായത് കസ്റ്റമേഴ്സ് വാങ്ങാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ, അതൊക്കെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അടുത്ത കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ്. അങ്ങനെയാവാം. എന്താണ് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ്? നമ്മളെപ്പോലെ ഗുഡ്സ് ഇറക്കുന്ന ഒരാളുടെ ഉണ്ട്. അപ്പോൾ അവൻ എത്ര വില ഈടാക്കുന്നു അത് നോക്കിയിട്ട് നമ്മൾ ഒരു വില ഈടാക്കും. അപ്പോൾ ഞാൻ ഇറക്കുന്ന ഗുഡ്സ് വേറൊരാൾ ഏകദേശം അതേ കണക്കുള്ളൊരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അവൻ വിൽക്കുന്നത് 15 രൂപയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ ഞാനത് 15നോ അല്ലെങ്കിൽ 15 താഴെയോ ഞാൻ വിൽക്കേണ്ടി വരും. ഞാൻ 16 വിറ്റാലോ കസ്റ്റമർ എൻ്റെ അടുത്ത് വരത്തില്ല. അപ്പോൾ 15 അവർക്ക് വില കുറച്ചിട്ട് സ്ഥലത്തോട്ട് പോകും. അപ്പോൾ കോമ്പറ്റീഷൻ നോക്കി നമുക്ക് വില നിശ്ചയിക്കാം. അപ്പം പ്രൈസിങ് പോളിസി ആണ് നമ്മൾ പറഞ്ഞത്. പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ വില നിശ്ചയിക്കുന്നതാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയൊക്കെ പ്രൈസ് നിശ്ചയിക്കാം? അതൊന്നിൽ ഡിമാൻഡിൻ്റെ ബേസിൽ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ബേസിൽ അല്ലെങ്കിൽ കോസ്റ്റിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈസ് തീരുമാനിക്കാം. ഓക്കെ. അടുത്ത സ്കോപ്പ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ. Goods are to be distributed at the minimum possible cost to the largest number of customers. നമ്മൾ എന്ത് ചെയ്യണമല്ലോ? ഗുഡ്സ് കൈ വെച്ചോണ്ടിരുന്നാൽ മതിയോ പ്രൊഡ്യൂസർ? ഇല്ല. അതെന്ത് ചെയ്യണം? അതായത് ആൾക്കാർക്ക്, അതായത് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യണം? വിതരണം ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എങ്ങനെ? ചുരുങ്ങിയ ചിലവിൽ. പിന്നെ സ്യൂട്ടബിൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഷുഡ് ബി സെലക്റ്റഡ്. അപ്പോൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? ആര് വഴി കസ്റ്റമറിൻ്റെ കയ്യിലോട്ട് ഗുഡ്സ് എത്തിക്കുക എന്ന് തീരുമാനിക്കണം. ഇറ്റ് മേ ബി, അപ്പോൾ താഴെ പറഞ്ഞ ആ രീതി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഗുഡ്സ് പ്രൊഡ്യൂസർ കൺസ്യൂമറിലോട്ട് എത്തിക്കും. ഒന്നിൽ എങ്ങനെയാവാം? പ്രൊഡ്യൂസർ, ഹോൾസെയിലർ, റീറ്റെയിലർ, കൺസ്യൂമർ. അപ്പോൾ പ്രൊഡ്യൂസർ ഹോൾസെയിലറിന് കൊടുക്കാം, ആ ഹോൾസെയിലർ എടുത്ത് റീറ്റെയിലിന് കൊടുക്കും, ഈ റീറ്റെയിലർ ആർക്ക് കൊടുക്കും? കൺസ്യൂമറിന് കൊടുക്കും. ആ ഒരു രീതി ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ പ്രൊഡ്യൂസർ നേരെ ഹോൾസെയിലറിന് വയ്ക്കുന്നു, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അവിടെ റീറ്റെയിലിനെ ഒഴിവാക്കിയിട്ട് ഹോൾസെയിലർ നേരെ കൺസ്യൂമറിന് വയ്ക്കുക. അങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ രീതിയിൽ ഏത് വേണോ പ്രൊഡ്യൂസറിന്, ഇതൊന്നുമല്ല, ഇതിന് ഒരുപാട് രീതികളുണ്ട്. ഇതിനകത്ത് ഏത് രീതി വേണമെങ്കിലും പ്രൊഡ്യൂസറിന് ഫോളോ ചെയ്യാം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള പോയിൻ്റാണ് നമ്മൾ പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? കസ്റ്റമറിൻ്റെ കയ്യിലോട്ട് എത്തിക്കുക. നമുക്ക് ഒരുപാട് ചിലവില്ലാതെ കസ്റ്റമറിൻ്റെ കയ്യിലോട്ട് എത്തിക്കുക. അതിന് ഏത് മെത്തേഡാണ് അല്ലെങ്കിൽ ഏത് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ് നല്ലത്, ആ രീതി ഫോളോ ചെയ്യുക. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൊഡ്യൂസർ, ഹോൾസെയിലർ, റീറ്റെയിലർ, കൺസ്യൂമർ. ഒന്നിൽ ആ രീതി അല്ലെങ്കിൽ വേറെ രീതിയിൽ. എങ്ങനെയാണെന്ന് വെച്ചാൽ കസ്റ്റമറിന് പ്രൊഡ്യൂസറിന് ചിലവ് കുറഞ്ഞിരുന്ന രീതി ഏതാണോ ആ രീതി ഫോളോ ചെയ്യാം. അതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് തന്നെ അറിയാം എന്താണ്? നമ്മൾ ഏതൊരു ഗുഡ്സ് ഇറക്കിയാലും അല്ലെങ്കിൽ നമ്മൾ എന്ത് തീരുമാനം എടുത്താലും
നമ്മുടെ കസ്റ്റമർ എന്തായിരിക്കണം, സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അങ്ങനെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ അയാൾ എന്ത് ചെയ്യത്തുള്ളൂ, ഇനിയും നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങാനായിട്ട് വരത്തുള്ളൂ. അപ്പം നമ്മുടെ ഈ മോഡേൺ മാർക്കറ്റിംഗ് യുഗത്തിൽ പ്രോഫിറ്റിനെക്കാളും പ്രാധാന്യം ആർക്കാണ്? കസ്റ്റമറിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. അല്ല പ്രോഫിറ്റ് അല്ല. പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റ് എങ്ങനെ വേണം? ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ആവശ്യം പോലെ പ്രോഫിറ്റ് വേണം. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ: ഇൻ ദ മോഡേൺ വേൾഡ് കൺസ്യൂമർ ഈസ് എ കിങ്. ദ കൺസ്യൂമർ ഡിറ്റർമിൻ വാട്ട് ഷുഡ് ബി ദ ബിസിനസ്. അപ്പോൾ മോഡേൺ മാർക്കറ്റിൽ കിങ് എന്ന് പറയുന്ന ആരാണ്? കമ്പനിയൊന്നും അല്ല. ആരാണ്? കൺസ്യൂമറാണ്. കൺസ്യൂമർ തീരുമാനിക്കും ഈ ബിസിനസ് എങ്ങനെ പോകണം. അപ്പോൾ കൺസ്യൂമർ വാങ്ങിയില്ലെങ്കിൽ ബിസിനസ് ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദ കൺസ്യൂമർ ഡിറ്റർമിൻസ് വാട്ട് ഷുഡ് ബി ദ ബിസിനസ്. ബിസിനസ് എങ്ങനെ പോകണം, എന്തായിരിക്കണം ബിസിനസ് എന്ന് ആ ബിസിനസ്സിൻ്റെ MD അല്ല തീരുമാനിക്കുന്നത്. ആരാണ്? കൺസ്യൂമറാണ് തീരുമാനിക്കുന്നത്. കൺസ്യൂമർ വാങ്ങിയല്ല ആ ബിസിനസ്സിന് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട് കാരണം. അടുത്ത പ്രൊമോഷൻ. പ്രൊമോഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം എന്താണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അഡ്വർടൈസിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രൊമോഷനകത്ത് വരുന്നത്. ഇപ്പോൾ നമ്മളൊരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചു. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ വെച്ചാൽ മാത്രം മതിയോ ഗുഡ്സിൻ്റെ ഡിമാൻഡ് വരാനായിട്ട്? അതിന് നമ്മൾ പരസ്യം കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാലല്ലേ കസ്റ്റമറിൻ്റെ ശ്രദ്ധയിലോട്ട് ഈ ഒരു സാധനം വരത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് കച്ചവടം നടക്കത്തുള്ളൂ. അതാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത് കേട്ടോ. മെയിനായിട്ടും അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പ്രൊമോഷൻ ഇൻക്ലൂഡ്സ് അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചേരുന്നതാണ് പ്രൊമോഷൻ. അഡ്വർടൈസിങ് നിങ്ങൾക്ക് അറിയാം. സെയിൽസ് പ്രൊമോഷൻ എന്താണ്? ഡിസ്കൗണ്ട്, ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കൽ, ഇതൊക്കെയാണ് പ്രൊമോഷൻ. ഇനി എന്താണ് പേഴ്സണൽ സെല്ലിംഗ്? അതായത് ഫേസ് ടു ഫേസ് നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാർ വന്ന് നമ്മളെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കാറുണ്ട്. അതാണ് പേഴ്സണൽ സെല്ലിംഗ്. ദീസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആർ വെരി എസെൻഷ്യൽ ഫോർ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് ഓഫ് ഗോൾസ്. അപ്പോൾ ഈ 3 കാര്യങ്ങളൊക്കെ ഉണ്ടായി. ചുരുക്കം പറഞ്ഞാൽ പ്രൊമോഷൻ ഉണ്ടെങ്കിൽ ബിസിനസ് വിജയിക്കത്തുള്ളൂ. അപ്പോൾ ഞാനൊരു ഗുഡ്സ്, പുതിയൊരു ഗുഡ്സ്, നല്ലൊരു ഗുഡ്സാണ്. ആ ഗുഡ്സ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ ഒരു ഗുഡ്സ് ഉണ്ടെന്ന് കൺസ്യൂമറിന് അറിയാമോ? ഇല്ല. അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? പരസ്യം കൊടുക്കണം. അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ കൺസ്യൂമർ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങത്തുള്ളൂ. അതാണ് പ്രൊമോഷൻ വരുന്നത്. അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഹെഡിനകത്ത് വരുന്നത്. ഓക്കെ. അടുത്തത് ലാസ്റ്റ് വൺ, മാർക്കറ്റിംഗ് കൺട്രോൾ. മാർക്കറ്റിംഗ് ആൾസോ കവേഴ്സ് മാർക്കറ്റിംഗ് കൺട്രോൾ ത്രൂ മാർക്കറ്റിംഗ് ഓഡിറ്റ് ആൻഡ് ആനുവൽ റിപ്പോർട്ട്. അപ്പോൾ എന്താണ് കൺട്രോൾ എന്ന് പറയുന്നത്? ഇപ്പം ബിസിനസ് വിചാരിച്ചു ഇത്ര സാധനം ഒരു വർഷം വയ്ക്കണം, ഒരു 10,000 യൂണിറ്റ് സാധനം വയ്ക്കണം. അപ്പോൾ അത്രയും വിറ്റുമെന്നൊക്കെ എന്ത് ചെയ്യണം? അവർ ലാസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കും. ഒരു മാസമാണെങ്കിൽ മാസം, വർഷമാണെങ്കിൽ വർഷം. 10,000 വയ്ക്കണമെന്നാണ് അവർ ടാർഗറ്റ് ചെയ്തത്. ആ ടാർഗറ്റ് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റിയോ? കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യണം. ഇതൊക്കെയാണ് ഓഡിറ്റ് അല്ലെങ്കിൽ റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത്. റിപ്പോർട്ടൊക്കെ തയ്യാറാക്കും. ലാസ്റ്റ് എത്ര പ്രോഫിറ്റ് ഉണ്ടായി, എത്ര ഗുഡ്സ് വിറ്റ് തീർന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അതാണ് പറയുന്നത്. മാർക്കറ്റിംഗ് ആൾസോ കവേഴ്സ് മാർക്കറ്റിംഗ് കൺട്രോൾ ത്രൂ മാർക്കറ്റ് ഓഡിറ്റ് ആൻഡ് ആനുവൽ റിപ്പോർട്ട്. അപ്പോൾ ഓഡിറ്റൊക്കെ നടത്തും. എത്ര രൂപയുടെ സാധനം വിറ്റു എന്നുള്ളത്. അതിനൊക്കെ തന്നെ അവർ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കും. എത്ര വിറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് മാർക്കറ്റിംഗ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സ്കോപ്പുകളാണ് പറഞ്ഞത്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ സ്റ്റഡി ഓഫ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. കൺസ്യൂമർ നീഡ്സും വാണ്ട്സ് പറഞ്ഞിട്ട് മാത്രം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗുഡ്സ് എന്ത് കെട്ടി കിടക്കും എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞത് സ്റ്റഡി ഓഫ് ബയ്യർ ബിഹേവിയർ. ബയ്യറിൻ്റെ ബിഹേവിയർ നമ്മൾ പഠിക്കുക. അവൻ്റെ ഇൻകം എന്താണ്, അവൻ എത്ര നാൾ ഇടവിട്ടാണ് ഗുഡ്സ് വാങ്ങുന്നത്, അവൻ്റെ ഡിമാൻഡ്, അവൻ്റെ ടേസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ആണോ ലോ ക്വാളിറ്റി ആണോ വാങ്ങുന്നത്, അതൊക്കെ നോക്കുക. പിന്നെ പ്രോഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു. നമുക്കൊരു ഐഡിയ, ഒരു ഐഡിയയിൽ നിന്നാണ് നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അത് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അത് ഉൽപ്പാദിപ്പിക്കണം. അതിനെ കൊമേഴ്സ്യലൈസേഷൻ നടത്തണം, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണം. പിന്നെ പ്രൈസിങ് പോളിസി പറഞ്ഞു. നമ്മളൊരു ഗുഡ്സ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, അതിന് നമ്മൾ എന്ത് ചെയ്യണം? വില ഈടാക്കണം. ആ വില ഒന്നിൽ കോമ്പറ്റീഷൻ, ഡിമാൻഡ്, കോസ്റ്റ്, ഇതിനൊക്കെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ വില ഈടാക്കുന്നത്. പിന്നെ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ. ഗുഡ്സ് എന്ത് ചെയ്യണം? പ്രൊഡ്യൂസറിൻ്റെ ഇരിക്കുകയാണ്, അത് കൺസ്യൂമറിലോട്ട് എത്തിക്കണം. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രൊമോഷൻ, അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ ഇതെല്ലാം ചേരുന്നതാണ് പ്രൊമോഷൻ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പറഞ്ഞു. കസ്റ്റമറാണ് കിങ് എന്ന് പറഞ്ഞു. കസ്റ്റമർ തീരുമാനിക്കും ബിസിനസ് എങ്ങനെ പോകണം. അല്ലാതെ കസ്റ്റമർ എന്ത് വാങ്ങണം എന്ന് ബിസിനസ് അല്ല തീരുമാനിക്കുന്നത്. കസ്റ്റമർ ഉണ്ടെങ്കിലേ ബിസിനസ് ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു മാർക്കറ്റിംഗ് കൺട്രോൾ. ആനുവൽ റിപ്പോർട്ടും ഓഡിറ്റൊക്കെ നടത്തും. നമ്മൾ ഉദ്ദേശിച്ച വരുമാനം. ഇനി നമ്മൾ നോക്കുന്നത് അപ്രോച്ചസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിന് 2 അപ്രോച്ചാണുള്ളത്. ട്രഡീഷണൽ അപ്രോച്ച്, മോഡേൺ അപ്രോച്ച്. ഇത് ഓരോന്നും നോക്കണം, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കണം. അപ്പോഴാണ് ഈ ഒരു ഏരിയ തീരുന്നത്. അപ്പോൾ അപ്രോച്ച് 2ആയിട്ട് തിരിക്കാം. ട്രഡീഷണൽ മാർക്കറ്റിംഗ് അപ്രോച്ച്, അതിനൊക്കെ തന്നെ മോഡേൺ മാർക്കറ്റിംഗ് അപ്രോച്ച്. അത് നമുക്ക് ട്രഡീഷണൽ നോക്കാം. എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് അപ്രോച്ച്? അപ്പോൾ ഞാനൊന്ന് പറയാം എന്താണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബിസിനസ് പ്രോഫിറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് അപ്രോച്ച്. പിന്നെ ആർക്കല്ല? കസ്റ്റമറിനല്ല. ഒരു കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും
മാക്സിമം പ്രോഫിറ്റ് നേടുക എന്നുള്ളതാണ് ഉദ്ദേശം. ആ ഒരു അപ്രോച്ചാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് അപ്രോച്ച്. അല്ലാതെ കസ്റ്റമറിന് സാറ്റിസ്ഫൈഡ് ആണോ, അവർ ഓക്കെ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെക്ക് ചെയ്തില്ല. എങ്ങനെയെങ്കിലും കൊള്ള ലാഭം നേടുക, അതാണ് ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ മോഡേൺ മാർക്കറ്റിംഗ് എന്തായിരിക്കും? മോഡേൺ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് അല്ല, പ്രോഫിറ്റിനേക്കാൾ ഉപരി എന്ത് വേണം? കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതാണ് മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ ഉദ്ദേശം. ഇതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവർ ഇനി വന്ന് സാധനം വാങ്ങത്തുള്ളൂ. അതുകൊണ്ടാണ് കസ്റ്റമറിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാര്യം. നമ്മൾ ആൾറെഡി നേരത്തെ പറഞ്ഞു, കസ്റ്റമർ ഈസ് കിങ് ഇൻ ദ മാർക്കറ്റ് എന്നൊക്കെ പഠിച്ചു. കസ്റ്റമറാണ് തീരുമാനിക്കുന്ന ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് കസ്റ്റമറിന് അത്രയും പ്രാധാന്യം ഉണ്ടെന്ന് പറയാൻ കാരണം. അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ച് ഞാൻ വായിക്കാം. ട്രഡീഷണൽ മാർക്കറ്റിംഗ് മീൻസ് ദ എഫേർട്ട് ബൈ വിച്ച് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ. അപ്പോൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് കൺസ്യൂമറിലോട്ട് എത്തിക്കണം. ഇറ്റ് ലിമിറ്റ്സ് ദ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ടു മിയർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. അപ്പോൾ എന്താണ്, ഗുഡ്സ് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് കൺസ്യൂമറിലോട്ട് എത്തുന്നു, അവിടെ തീരുമാണ്, വേറെ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ് ആൻഡ് നോട്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ എന്താണ് അവിടുത്തെ ഉദ്ദേശം? മാക്സിമം പ്രോഫിറ്റ് ആണ്, അല്ലാതെ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അല്ല ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെ ഉദ്ദേശം. എങ്ങനെയാണെങ്കിലും ഗുഡ്സ് വിറ്റ് ഒഴിവാക്കുക. പ്രൊഡ്യൂസറിൻ്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഉദ്ദേശം എന്താണ്? മാക്സിമം ഗുഡ്സ് വിറ്റ് ഒഴിവാക്കുക, കസ്റ്റമറിന് പിക്ക് ചെയ്യുക, അതുവഴി മാക്സിമം പ്രോഫിറ്റ് നേടുക. അല്ലാതെ എന്തല്ല, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ല. നമുക്ക് കേൾക്കുമ്പോഴേ ഒരു രസം തോന്നുന്നുള്ളൂ അല്ലേ? കാരണം കസ്റ്റമറിന് അത്രയും പ്രാധാന്യം കൊടുക്കണമായിരുന്നു, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ട്രഡീഷണൽ മാർക്കറ്റിങ്ങിന് അത്ര ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഗുഡ്സുകൾ വിൽക്കണം, മാക്സിമം ലാഭവും വേണം. അപ്പോൾ ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം, ട്രഡീഷണൽ മാർക്കറ്റിംഗ് മീൻസ് ദ എഫേർട്ട് ബൈ വിച്ച് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ. പ്രൊഡ്യൂസറിൻ്റെ കയ്യിലോട്ട് കൺസ്യൂമറിൻ്റെ കയ്യിലോട്ട് സാധനം എത്തിക്കുന്നു, അതിലുപരി അതിനകത്തൊന്നുമില്ല. ഇറ്റ് ലിമിറ്റ്സ് ദ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ടു മിയർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. എങ്ങനെയെങ്കിലും ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യണം. ചുരുക്കം പറഞ്ഞാൽ കസ്റ്റമറിൻ്റെ കയ്യിൽ ഗുഡ്സ് അടിച്ചേൽപ്പിക്കണം. അല്ലാതെ അവന് ഈ സാധനം വേണോ, ഈ നല്ലൊരു പ്രോഡക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. മാക്സിമം ലാഭം. ഇറ്റ് ഇസ് മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ് ആൻഡ് നോട്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. മാക്സിമം പ്രോഫിറ്റ് നേടുക എന്നതാണ് ഉദ്ദേശം, അല്ലാതെ കസ്റ്റമറിന് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് നോക്കണം, ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ആ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റ് ഉണ്ടാകാം, എന്താണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഒബ്ജക്റ്റീവ് എന്താണ്, പ്രോഫിറ്റ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതി വെച്ചാൽ അതിൻ്റെ ഫീച്ചേഴ്സായി. ഫീച്ചേഴ്സ് ഓഫ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് അപ്രോച്ച്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഈസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നമ്മൾ ആൾറെഡി പറഞ്ഞു എന്താണ് അവരുടെ ഉദ്ദേശം. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെ ഉദ്ദേശം മാക്സിമം ലാഭം നേടുക എന്നുള്ളതാണ്. പിന്നെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് വാസ് സെയിൽസ് ഓറിയൻറ്റഡ് ആൻഡ് നോട്ട് കൺസ്യൂമർ ഓറിയൻറ്റഡ്. അപ്പോൾ എന്താണ്, അവർ സെയിൽസ് ഓറിയൻറ്റഡ് കാര്യം, സെയിൽസ് മാക്സിമം കൂട്ടുക, ലാഭം കിട്ടണമെങ്കിൽ മാക്സിമം സെയിൽസ് നടത്തണം. അപ്പോൾ സെയിൽസ് ഓറിയൻറ്റഡ് ആണ്, അല്ലാതെ എന്തല്ല, കസ്റ്റമർ ഓറിയൻറ്റഡ് അല്ല. നമ്മൾ ആൾറെഡി പറഞ്ഞു കസ്റ്റമറിന് അവർ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് ആണ് അങ്ങനെ എഴുതാൻ കാരണം. സെയിൽസ് ഓറിയൻറ്റഡ് ആണ്, കസ്റ്റമർ ഓറിയൻറ്റഡ് അല്ല. പ്രാധാന്യം സെയിൽസ് ആണ്, മാക്സിമം വിൽക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അടുത്ത, ഇറ്റ് ഗേവ് എംഫസിസ് ടു പ്രോഡക്ട്സ്. അവർ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? പ്രോഡക്ട്സിനാണ്, അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് പിന്നെ ആവർത്തിക്കുന്നത്. പ്രോഡക്ട്സിനാണ് ഇമ്പോർട്ടൻസ്, അവരെ ഗുഡ്സിന്, അല്ലാതെ കൺസ്യൂമേഴ്സിനല്ല. പിന്നെ ഇറ്റ് വാസ് കൺസേൺഡ് വിത്ത് ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. എന്താണ് നമ്മൾ മീനിങ് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഓണർഷിപ്പ് എങ്ങനെയെങ്കിലും കൈമാറ്റം ചെയ്യുക, അതുവഴി പ്രോഫിറ്റ് നേടുക, എങ്ങനെയെങ്കിലും അടിച്ചേൽപ്പിക്കുക. ആ ഒരു വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം. പ്രൊഡ്യൂസർ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഗുഡ്സ് വിറ്റ് തുലയ്ക്കണം, അതാണ് ഇറ്റ് വാസ് കൺസേൺഡ് വിത്ത് ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എങ്ങനെയെങ്കിലും കൈമാറ്റം ചെയ്യുക. അടുത്ത, ഇറ്റ് ഗേവ് എംഫസിസ് ടു ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. ഫിസിക്കൽ മൂവ്മെൻറ്റ് ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഗുഡ്സ് പ്രൊഡ്യൂസർ കൺസ്യൂമറിലോട്ട് എത്തിക്കും, അതിനുവേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ട്രാൻസ്പോർട്ട് ഇതൊക്കെയാണ്. നേരത്തെ പറഞ്ഞ സെക്കൻഡ് ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് തന്നെയാണ്, രണ്ടും കണക്റ്റഡ് ആണ്. ഇറ്റ് ഗേവ് എംഫസിസ് ടു ദ ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. ഗുഡ്സ് എങ്ങനെയെങ്കിലും വിറ്റ് തുലയ്ക്കണം, അതിനാണ് ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഓണർഷിപ്പ് അല്ലെങ്കിൽ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസറിന് കൺസ്യൂമറിലോട്ട് കൊടുക്കണം. പിന്നെ അവർ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നത്, സെയിൽസ് അല്ലെങ്കിൽ പ്രോഫിറ്റിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കസ്റ്റമർ വാങ്ങിയത് ഉപയോഗിച്ച് മരിച്ചാലും അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാലും അതൊന്നും ഒരു വിഷയമല്ല, എങ്ങനെയെങ്കിലും ഉള്ള ലാഭം നേടണം, അതാണ് അവരുടെ ഉദ്ദേശം. അതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ട്രഡീഷണൽ നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പഠിക്കേണ്ട എന്താണ്, മോഡേൺ മാർക്കറ്റിംഗ് അപ്രോച്ചാണ്. അപ്പോൾ മോഡേൺ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ്, ഇവിടെ കൺസ്യൂമറിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്, അല്ലാതെ ആർക്കല്ല, പ്രോഡക്റ്റ് അല്ല. കൺസ്യൂമർ ഈസ് എ കിങ് എന്ന് വിശ്വസിക്കുന്ന ഒരു അപ്രോച്ചാണ് മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മാർക്കറ്റിംഗ് ഈസ് നോട്ട് മിയർലി സെല്ലിംഗ്, ബട്ട് ഇറ്റ് ഹാസ് ഡ്യുവൽ ഗോൾസ്, ദാറ്റ് ഈസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ മാർക്കറ്റിംഗ് എന്താണ്, ഈസ് നോട്ട് മിയർലി സെല്ലിംഗ്. സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാത്രമല്ല, സെല്ലിങ്ങും വേണം, സെല്ലിംഗ് മാത്രമല്ല, ബട്ട് ഇറ്റ് ഹാസ് ഡ്യുവൽ ഗോൾസ്, ദാറ്റ് ഈസ്
പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഉദ്ദേശം? രണ്ട് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ രണ്ട് ഉദ്ദേശമാണുള്ളത്. എന്തൊക്കെയാണ്? പ്രോഫിറ്റും വേണം, പ്രോഫിറ്റ് മാക്സിമൈസേഷനും, അത് കണക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും. രണ്ടും പ്രോഫിറ്റും വേണം, അത് കണക്ക് തന്നെ കസ്റ്റമറിനെ അത് തൃപ്തിപ്പെടുത്തുകയും കൂടെ വേണം. അണ്ടർ ദിസ് അപ്രോച്ച് മാർക്കറ്റിംഗ് ഇൻക്ലൂഡ്സ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് വിച്ച് ഫോക്കസസ് ഓൺ കസ്റ്റമേഴ്സ്. കസ്റ്റമറിനെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. അതാണ് എന്താണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്? കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള സാധനം പ്രൊഡ്യൂസ് ചെയ്യുക, അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, മാന്യമായ പ്രൈസ് ഇടാക്കുക, ഇതൊക്കെയാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇറ്റ് ബിലീവ്സ് ദാറ്റ് നോ ബിസിനസ് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലാതെ ഒരു ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ ആൾറെഡി ഇത് പറഞ്ഞു. ആ രീതി ചിന്തിക്കുന്നതാണ് എന്ത്? മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് കസ്റ്റമറിനാണ് ഇവിടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഞാനത് ചുരുക്കാം. മോഡേൺ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണ് ഇമ്പോർട്ടൻസ്? കസ്റ്റമറിനാണ് ഇമ്പോർട്ടൻസ്. പിന്നെ അവരുടെ ഉദ്ദേശം എന്താണ്? അവർക്ക് രണ്ട് ഉദ്ദേശമുണ്ട്. പ്രോഫിറ്റും വേണം, അതിനൊക്കെ തന്നെ എന്താണ്? കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ത്രൂ പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. പ്രോഫിറ്റ് വേണം, അങ്ങനെ കസ്റ്റമറിനെ തൃപ്തിപ്പെടുത്തി അവർക്ക് മാക്സിമം ലാഭമാണ്. അല്ലാതെ എങ്ങനെയെങ്കിലും ഗുഡ്സ് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല. നല്ല ഗുഡ്സ് മാന്യമായ വിലയിൽ ഇറക്കി കസ്റ്റമറിന് വിൽക്കുക, അതുവഴി ലാഭം കൊയ്യുക, അതോടൊപ്പം കസ്റ്റമറിൻ്റെ തൃപ്തിയും. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. പിന്നെ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇനി നമ്മളിവിടെ പഠിക്കേണ്ടതാണ് അതിൻ്റെ ഫീച്ചേഴ്സാണ്. മോഡേൺ മാർക്കറ്റിംഗ് ഈസ് കൺസ്യൂമർ ഓറിയൻറ്റഡ്. ആർക്കാണ് പ്രാധാന്യം? കൺസ്യൂമേഴ്സിനാണ് പ്രാധാന്യം. അവരാണ് കൺസ്യൂമറാണ് കിങ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ. ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇവരുടെ ഉദ്ദേശം നമ്മൾ ആൾറെഡി പറഞ്ഞു. ഡ്യുവൽ ഒബ്ജക്റ്റീവ്സ്, രണ്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? പ്രോഫിറ്റും അത് കണക്ക് തന്നെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനും. അടുത്തത് മോഡേൺ മാർക്കറ്റിംഗ് സ്റ്റാർട്ട്സ് ബിഫോർ പ്രൊഡക്ഷൻ. മോഡേൺ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ബിഫോർ പ്രൊഡക്ഷൻ മുമ്പാണ്. നമ്മൾ നേരത്തെ ട്രഡീഷണൽ പറഞ്ഞു. അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊഡക്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിഫോർ പ്രൊഡക്ഷൻ എഴുതാൻ കാര്യം എന്തായിരിക്കും? പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് നോക്കണം? കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് വാണ്ട്സ് നോക്കണം. കസ്റ്റമർ ഈ സാധനം വാങ്ങുമോ, അല്ലെങ്കിൽ എത്ര രൂപയ്ക്ക് വാങ്ങും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഗുഡ്സ് ഇറക്കാവുള്ളൂ. അല്ലെങ്കിൽ ഗുഡ്സ് അവിടെ കെട്ടിക്കിടക്കും, ആൾക്കാർ വാങ്ങത്തില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മോഡേൺ മാർക്കറ്റിങ്ങിനകത്ത് എന്താണ്? പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തും. കസ്റ്റമർ വാങ്ങിക്കുക എന്നുള്ള കാര്യങ്ങൾ നോക്കും. അതാണ് അങ്ങനെ എഴുതാൻ കാര്യം. എന്താണ്? ബിഫോർ പ്രൊഡക്ഷൻ. മോഡേൺ മാർക്കറ്റിംഗ് സ്റ്റാർട്ട്സ് ബിഫോർ പ്രൊഡക്ഷൻ മുമ്പേ സ്റ്റാർട്ട് ചെയ്യും. അതായത് കസ്റ്റമർ വാങ്ങുന്ന കാര്യം നമ്മൾ പരിശോധിക്കും. എന്നിട്ട് ഗുഡ്സ് വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. മോഡേൺ മാർക്കറ്റിംഗ് സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ്സ് വിത്ത് കസ്റ്റമേഴ്സ്. അത് എങ്ങനെയാണ്? എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കസ്റ്റമർ സ്റ്റാർട്ട് ചെയ്യും, കസ്റ്റമർ എൻഡ് ചെയ്യും. കാര്യം നമ്മൾ എന്താണ് പറഞ്ഞു? കസ്റ്റമറിൻ്റെ നീഡ്സിനാണ് പ്രാധാന്യം. അതാണ് ആദ്യം നോക്കുന്നത്. പിന്നെ ലാസ്റ്റ് ആർക്ക് വയ്ക്കും? കസ്റ്റമേഴ്സിന് വയ്ക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? കസ്റ്റമറിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത്. മോഡേൺ മാർക്കറ്റിംഗ് ഈസ് ദ ഗൈഡിങ് എലമെൻറ്റ് ഓഫ് ബിസിനസ്. അപ്പം ആ ഒരു ഗൈഡിങ് എലമെൻറ്റ് മോഡേൺ മാർക്കറ്റിങ്ങിന് മുന്നോട്ട് നയിക്കുന്നത്, ബിസിനസ്സിന് മുന്നോട്ട് നയിക്കുന്നത് എന്താണ്? മോഡേൺ മാർക്കറ്റിംഗ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഇപ്പോൾ ഏത് ബിസിനസ് എടുത്താലും ഈ ഒരു കൺസെപ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. ലാഭം വേണം. എങ്ങനെയാണ്? കസ്റ്റമറെ തൃപ്തിപ്പെടുത്തി ലാഭം വേണം. അല്ലാതെ കൊള്ള ലാഭം ഒരു ബിസിനസ് കസ്റ്റമറിനെ തൃപ്തിപ്പെടുത്താതെ നേടാൻ കഴിയത്തില്ല. അപ്പോൾ എല്ലാ ബിസിനസ്സും ഈ കാലത്ത് ഫോളോ ചെയ്യുന്നത് ഈ ഒരു അപ്രോച്ചാണ്. എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ആർ ദ ഡിഫറൻറ്റ് അപ്രോച്ചസ് ഓഫ് മാർക്കറ്റിംഗ്? ട്രഡീഷണൽ എന്നും മോഡേൺ എന്നും തിരിക്കാം. എല്ലാ ബിസിനസ്സും ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് മോഡേൺ ആണ്. കസ്റ്റമറിനെ നമുക്ക് തൃപ്തിപ്പെടുത്തുകയും വേണം, അത് കണക്ക് ബിസിനസ്സിൽ ലാഭം വേണം. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് ചുരുക്കാം. നമ്മൾ പഠിച്ച അപ്രോച്ചാണ് ട്രഡീഷണൽ മോഡേൺ. പിന്നെ ആവർത്തിക്കുകയാണ്. ട്രഡീഷണൽ മോഡേൺ. ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് ആർക്കാണ്? പ്രോഫിറ്റ് നേടുക എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അല്ലാതെ കസ്റ്റമേഴ്സിന് ഒരു പ്രാധാന്യം അവിടെ കൊടുക്കുന്നില്ല എന്ന് തന്നെ പറയാം. എങ്ങനെയെങ്കിലും ഗുഡ്സ് പ്രൊഡ്യൂസറിന് കൺസ്യൂമറിലോട്ട് തലയെ കെട്ടി വയ്ക്കണം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് അപ്രോച്ച്. ഇനി മോഡേൺ മാർക്കറ്റിംഗ് ആണെങ്കിൽ പ്രോഫിറ്റ് വേണം. എങ്ങനെ? ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പ്രോഫിറ്റ് വേണം. അതാണ് എന്താണെന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ അപ്രോച്ച്. ഇപ്പോഴത്തെ ബിസിനസ് എല്ലാം ഫോളോ ചെയ്യുന്നത് മോഡേൺ മാർക്കറ്റിംഗ് അപ്രോച്ചാണ്. ഇവിടെ ഇമ്പോർട്ടൻസ് ആർക്കാണ്? ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്കാണ്? കസ്റ്റമേഴ്സിനാണ്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സുമാണ് നമ്മൾ കണ്ടത്. ഓക്കെ.